നമസ്കാരം. നമ്മുടെ നാട്ടിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ VIP വരുമ്പോൾ സ്നിഫർ ഡോഗുകൾ, അതായത് പരിശോധനയ്ക്കായി പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുള്ള നായ്ക്കളെ അവിടെ കൊണ്ടുവന്ന് ആദ്യം പരിശോധിക്കുന്നത്. ഇതുപോലെ വിമാനത്താവളങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ നായകളെ പരിശീലനം നൽകി അവിടെ നിയോഗിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് കണ്ടുപിടിക്കാനും അതുപോലെ എന്തെങ്കിലും മറ്റ് നിരോധിത വസ്തുക്കൾ കൊണ്ടുവരുന്നുണ്ടോ എന്നറിയാനുമൊക്കെ നായ്ക്കളെ നിയോഗിക്കാറുണ്ട്. അമേരിക്കയിൽ ബീഗിൾസ് ബ്രിഗേഡ് എന്ന പേരിൽ വിമാനത്താവളങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശീലനം കിട്ടിയ നായകളെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് നിരോധിക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങളും അതുപോലെ കാർഷിക വിളകളും വിത്തുകളുമൊക്കെ കൊണ്ടുവരുന്നത് തടയുക എന്നുള്ളതാണ്. കാരണം ചില അന്തക വിത്തുകൾ ഇവിടെ കൊണ്ടുവന്ന് അമേരിക്കയിൽ വ്യാപകമായ തോതിൽ കൃഷിനാശം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ നായകൾക്ക് പ്രത്യേക പരിശീലനം നൽകി വിമാനത്താവളങ്ങളിൽ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം എല്ലാവരും ഞെട്ടിപ്പിച്ച ഒന്നായിരുന്നു. ഈജിപ്തിൽ നിന്നുള്ള വിമാനത്തിൽ ഒരു വിനോദസഞ്ചാരി അമേരിക്കയിലെ വെർജീനിയയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നു. ഇയാൾ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പരിശോധന കഴിഞ്ഞ് ലഗേജ് എത്തുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അടുത്ത നിമിഷം ഇയാൾ ചെയ്യുന്നത് അവിടെ ഇത്തരത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്ന ഫ്രെഡി എന്ന നായയെ ഇയാൾ തൊഴിച്ചെറിയുകയായിരുന്നു. ഇതിനുള്ള കാരണം എന്താണെന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഇയാളുടെ ബാഗേജിൽ നിരോധിക്കപ്പെട്ട നിരവധി ഭക്ഷണ സാധനങ്ങളുണ്ടായിരുന്നു. ബീഫുണ്ടായിരുന്നു, അരിയുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്ത പട്ടികയിൽപ്പെടുന്ന നിരവധി വിത്തുകളും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. അത് ഈ നായ കണ്ടുപിടിച്ചു എന്നുള്ള ദേഷ്യത്തിലാണ് ഇയാൾ നായയെ തൊഴിച്ചത്. ഒരു 70-കാരനാണ് ഈ മനുഷ്യൻ. ഹമീദ് റമദാൻ ബയൂമി അലി മാരി എന്നാണ് ഇയാളുടെ പേര്. ഈ മാരി ആകെ കലികൊണ്ട് നിൽക്കുകയായിരുന്നു. കാരണം കൃത്യമായി ഈ നായ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് ഇയാൾക്ക് മനസ്സിലായി, നടപടി ഉണ്ടാകുമെന്നും ഇയാൾക്ക് ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഏതാണ്ട് 25 പൗണ്ടോളം തൂക്കം വരുന്ന നായയെ ഇയാൾ തൊഴിച്ച് ദൂരേക്ക് എറിഞ്ഞത്. ഈ നായ ചെന്ന് വീഴുകയായിരുന്നു. പിന്നീട് നായ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിൻ്റെ വാരിയലിൻ്റെ വലതു ഭാഗത്ത് നേരിയ തോതിലുള്ള പൊട്ടലുണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അധികൃതർ ഇയാളെ പിന്നെ വിട്ടില്ല. ഇയാളെ പിടികൂടുകയും ഇയാളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കി. അവിടെ ഇയാൾക്ക് വലിയ തുക പിഴ ശിക്ഷ വിധിച്ചു. തുടർന്ന് ഇയാളെ ഏറ്റവും ആദ്യം കിട്ടുന്ന ഈജിപ്തിലേക്കുള്ള വിമാനത്തിൽ കയറ്റിവിടുകയും ചെയ്തു. ഇത്തരം സ്നിഫർ നായകൾ ഇപ്പോൾ അമേരിക്കയിലെ വിമാനത്താവളങ്ങളിൽ തന്നെ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് എന്നാണ് അധികൃതർ വിലയിരുത്തുന്നത്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ പലപ്പോഴും നേരത്തെയും നിരോധിക്കപ്പെട്ട ഭക്ഷണ വസ്തുക്കളും വിത്തുകളുമൊക്കെയായി അമേരിക്കയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത്തരക്കാരെ പിടികൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് വളരെ വിദഗ്ധ പരിശീലനം ലഭിച്ച നായകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഫ്രെഡി ആ വിഭാഗത്തിൽപ്പെട്ട ഒരു നായയാണ്. മാത്രമല്ല ഈ ഫ്രെഡി എന്ന ഈ നായ എല്ലാവർക്കും പ്രിയപ്പെട്ട മിടുക്കനായ ഒരു നായയായിരുന്നു. നേരത്തെ നിരവധി ഇത്തരത്തിലുള്ള ഭക്ഷണം കടത്തിയ ആളുകളെയൊക്കെ തന്നെ ഇത് സമർത്ഥമായി പിടികൂടിയിട്ടുണ്ട്. എന്തായാലും മാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി ഒരിക്കലും അമേരിക്കയിലേക്ക് വരാൻ കഴിയുകയില്ല എന്ന് ഏതാണ്ട് ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ്. കാരണം വിമാനത്താവളത്തിൽ പോലും ഇത്തരത്തിൽ അലറുകയും നായയെ കാലുടക്കി തൊഴിക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടുന്ന ഒരു കുറ്റമല്ല. ഇയാളൊരു 70 വയസ്സുകാരനാണ് എന്നുള്ളത് ഒഴിച്ചാൽ ഇയാളുടെ മറ്റ് പശ്ചാത്തലം എന്താണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇയാൾ ഈജിപ്തിലെ പൗരൻ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തിനാണ് ഇയാൾ വിനോദസഞ്ചാരി എന്ന ഭാവത്തിൽ അമേരിക്കയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യവും ഒരുപക്ഷെ ഭാവിയിൽ അന്വേഷണം നടത്തുമായിരിക്കും. കാരണം ഇയാളുടെ യാത്രയ്ക്ക് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കത്തക്ക രീതിയിലാണ് ഇയാളുടെ മൊത്തം പെരുമാറ്റവും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അമേരിക്കയിലെ നിയമം അനുസരിച്ച് വിമാനത്താവളങ്ങളിൽ പരിശോധനയ്ക്കെത്തുന്ന ഇത്തരത്തിലുള്ള സ്നിഫർ ഡോഗുകളെ, അതായത് ഈ പരിശോധനയ്ക്കായി നടക്കുന്ന നായകളെ ആക്രമിച്ചാൽ അത് അവിടുത്തെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് തുല്യമായ കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതറിയാതെ ആയിരിക്കാം ഒരുപക്ഷെ ഇയാൾ ദേഷ്യത്തിൽ നായയെ കാലുടക്കി അടിച്ചത്. ഏതായാലും ഇനി ഒരിക്കലും ഇയാൾക്ക് അമേരിക്കയിൽ വരാൻ കഴിയുകയില്ല എന്ന് ഇതോടുകൂടി 100% ഉറപ്പായിരിക്കുകയാണ്.